ലോക്സഭാ തെരഞ്ഞെടുപ്പ് കാലത്തും LDF ഘടകകക്ഷികൾക്കുള്ളിലുള്ള തർക്കങ്ങൾ തീരുന്നില്ല എന്നതാണ് മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത. NCP കേരള ഘടകം വീണ്ടും ഒരു പിളർപ്പിന്റെ വക്കിലാണുള്ളത്. പുതിയ പാർട്ടിക്കായി നീക്കങ്ങൾ തുടങ്ങിയിട്ടുണ്ട് തോമസ് കെ തോമസ് MLA. എന്തായാലും ഒരാഴ്ചക്കുള്ളിൽ ഇത് സംബന്ധിച്ച പ്രഖ്യാപനം ഉണ്ടായേക്കുമെന്നാണ് റിപ്പോർട്ടുകൾ ചൂണ്ടിക്കാട്ടുന്നത്. മന്ത്രിസ്ഥാനത്തിനായി ഇനിയും കാത്തിരിക്കേണ്ടതില്ല എന്നതാണ് തീരുമാനം. ഇതിനിടെ NCPയിൽ ഒരു വിഭാഗം NDAയ്ക്കൊപ്പം നീങ്ങാൻ കൂടി തീരുമാനിച്ച ഒരു സാഹചര്യം. ഇനി മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയായി കൊച്ചി റീജിയനിൽ നിന്ന് വരുന്നത് ബലാത്സംഗ കേസിൽ മുൻ സർക്കാർ അഭിഭാഷകൻ PG മനു നൽകിയ ജാമ്യാപേക്ഷ ഇന്ന് വീണ്ടും ഹൈക്കോടതിയിലെ പരിഗണനയിലെത്തുകയാണ്. കേസിൽ അന്വേഷണം പൂർത്തിയായതായി സർക്കാർ അറിയിച്ചു കഴിഞ്ഞു. ഇതിനോടൊപ്പം തന്നെ പുരാവസ്തു തട്ടിപ്പ് കേസ് കൂടിയുണ്ട്. മോൻസിന് നൽകിയ 10 കോടിയുടെ രേഖകളുമായി ഇന്ന് ഹാജരാകാൻ പരാതിക്കാരനായ യാക്കൂബിന് ക്രൈംബ്രാഞ്ച് സമൻസ് നൽകിയിരിക്കുകയുമാണ്. എന്തായാലും ഈ വാർത്തകളുടെയൊക്കെ വിശദമായ റിപ്പോർട്ടുകൾ തേടേണ്ടതുണ്ട്. ജിജീഷ് കർണാകനാണ് രാവിലെ നമ്മളോടൊപ്പം ചേരുന്നത്. ജിജീഷ്, ഗുഡ് മോർണിംഗ്. ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പ് കാഴ്ചകളിൽ നിന്ന് തന്നെ തുടങ്ങാം എന്ന് തോന്നുന്നു. ഈ LDF വലിയൊരു പ്രതിസന്ധി ഈ ഘടകകക്ഷികളുടെ രംഗത്ത് നിന്ന് ഇപ്പോൾ നേരിടുന്നുണ്ട്. ഗുഡ് മോർണിംഗ്. അനു പറഞ്ഞതുപോലെ തന്നെ നമുക്ക് തിരഞ്ഞെടുപ്പ് കാലമാകുമ്പോൾ വലിയ തോതിലുള്ള കൂറുമാറ്റങ്ങൾ, മുന്നണി മാറ്റങ്ങൾ, അത്തരം കാര്യങ്ങൾ സ്വാഭാവികമാണെങ്കിൽ LDFനെ സംബന്ധിച്ചിടത്തോളം അതിന് വലിയ തോതിൽ തന്നെ ഈ തെരഞ്ഞെടുപ്പിന്റെ സജീവമായി ഇറങ്ങേണ്ട ഘട്ടത്തിൽ ഘടകകക്ഷികൾ തമ്മിലടിക്കുന്ന, ഘടകകക്ഷികൾക്കുള്ളിൽ ചേരിപ്പോര് ശക്തമായി നിൽക്കുന്ന ഒരു പശ്ചാത്തലത്തിലേക്ക് മാറുകയാണ്, ഒരു രീതിയിലേക്ക് മാറുകയാണ്. അത് ജനതാദൾ എസിലാണെങ്കിലും NCPയിലും എല്ലാം ഉൾപ്പോര് ശക്തമായി നിൽക്കുന്നു. സ്വാഭാവികമായും ശക്തമായ ഒരു ഘടനയായി LDF മുന്നോട്ട് പോകുന്നു എന്ന് പല ഘട്ടങ്ങളിലും CPM ആവർത്തിക്കുമ്പോൾ അല്ലെങ്കിൽ LDF കൺവീനർ അടക്കം ആവർത്തിക്കുന്ന ഘട്ടത്തിലാണ് ഇത്തരത്തിൽ മുന്നണിക്കുള്ളിലെ വിവിധ ഘടകകക്ഷികൾ തമ്മിലുള്ള പ്രശ്നങ്ങൾ മറനീക്കി പുറത്തു വരുന്നത്. അതിൽ ഏറ്റവും ഒടുവിൽ NCPയിൽ ഈ പ്രശ്നങ്ങൾ തുടങ്ങിയത് ഈ അടുത്ത കാലത്തല്ല. നിരവധി ഗ്രൂപ്പുകൾ, ഒരു ഗ്രൂപ്പിന് മേൽ അടുത്ത ഗ്രൂപ്പ് എന്ന തോതിൽ പല ഘട്ടങ്ങളിലും പുതിയ പുതിയ ഗ്രൂപ്പുകൾ രൂപീകരിക്കുന്നു. അവർ വ്യത്യസ്ത യോഗങ്ങൾ ചേരുന്നു. ഓരോരുത്തർക്കും ഓരോ പുതിയ പ്രസിഡന്റും ജനറൽ സെക്രട്ടറിയും എല്ലാം ഉണ്ടാകുന്ന കാലം NCPയെ സംബന്ധിച്ചിടത്തോളം, കേരള NCPയെ സംബന്ധിച്ചിടത്തോളം വിദൂരമല്ല. പല ഘട്ടങ്ങളിലും അവർ LDFലും UDFലുമായി മാറി മാറി നിൽക്കുകയായിരുന്നു. LDFനോട് തർക്കമുണ്ടെങ്കിൽ UDFനൊപ്പം. എന്നാൽ ഇവിടെ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് വലിയൊരു തർക്കം രൂപീകരിച്ചിരിക്കുന്നത് അല്ലെങ്കിൽ വന്നിരിക്കുന്നത് എന്ന് പറയുന്നത് മന്ത്രിസ്ഥാനത്തെ ചൊല്ലിയാണ്. മന്ത്രിസ്ഥാനത്തെ ചൊല്ലി തോമസ് കെ തോമസ് ആണ് MLA, കുട്ടനാട് MLA ഒരു ആവശ്യം ഉന്നയിച്ചിരുന്നു. കാരണം നേരത്തെ തന്നെ ഉണ്ടാക്കിയ ഒരു വ്യവസ്ഥ എന്ന് പറയുന്നത്, ദേശീയ നേതൃത്വം അടക്കം തീരുമാനിച്ചുറപ്പിച്ച ഒരു വ്യവസ്ഥ എന്ന് പറയുന്നത് 2.5 കൊല്ലം വീതം, 2.5 വർഷം വീതം 2 MLAമാർക്കും മന്ത്രിസ്ഥാനം എന്നതായിരുന്നു. AK ശശീന്ദ്രനെ ആദ്യത്തെ ടൈമിൽ 2.5 വർഷം, അതിനുശേഷം തോമസ് കെ തോമസിന് മന്ത്രിസ്ഥാനം നൽകുക എന്നൊരു തീരുമാനമായിരുന്നു ദേശീയ തലത്തിലും സംസ്ഥാന നേതൃത്വവും എല്ലാം തന്നെ എടുത്തിരുന്നത്. എന്നാൽ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് അത്തരമൊരു തീരുമാനം നടപ്പിലാക്കാത്തതിൽ 2.5 വർഷം കഴിഞ്ഞു, 3 മാസം പിന്നിട്ടിട്ടും ആ തീരുമാനം നടപ്പിലാക്കാത്തതിലാണ് തോമസ് കെ തോമസിന് വലിയ അമർഷമുള്ളത്. അത് പൊട്ടിത്തെറിയിലേക്ക് തന്നെ നീങ്ങിയാണ്. അദ്ദേഹത്തോട് അടുപ്പമുള്ളവർ വ്യക്തമാക്കുന്നത് ഇനി തോമസ് കെ തോമസ് കാത്തിരിക്കാൻ തയ്യാറല്ല. പരമാവധി ഒരാഴ്ചക്കുള്ളിൽ അദ്ദേഹം പുതിയ പാർട്ടി പ്രഖ്യാപനത്തിലേക്ക് നീങ്ങും. കാരണം ഇനിയും കാത്തിരിക്കുന്നതിൽ കാര്യമില്ല. മന്ത്രിസ്ഥാനം എന്ന വാഗ്ദാനം പാലിക്കപ്പെടുന്നില്ല. അതിന് LDFന്റെ ഭാഗത്തു നിന്നും യാതൊരു നടപടിയും ഉണ്ടാകുന്നില്ല. കാരണം LDF കൺവീനർക്ക് കഴിഞ്ഞ ഡിസംബറിൽ തന്നെ തോമസ് കെ തോമസ് ഒരു കത്ത് നൽകിയിരുന്നു. കാരണം നിലവിലുണ്ടായിരിക്കുന്ന കരാർ അല്ലെങ്കിൽ ഉടമ്പടി പ്രകാരം തനിക്കാണ് മന്ത്രിസ്ഥാനം, ഇനിയുള്ള പകുതിക്കാലത്തെ മന്ത്രിസ്ഥാനം തനിക്കാണ് നൽകേണ്ടത് എന്ന് വ്യക്തമാക്കിയിരുന്നു. എന്നാൽ അത് പാലിക്കാത്ത പശ്ചാത്തലത്തിൽ മാത്രമല്ല, ദേശീയ രാഷ്ട്രീയത്തിൽ വലിയ മാറ്റങ്ങൾ അതിനിടയിൽ വന്നു. NCPയെ സംബന്ധിച്ചിടത്തോളം NCP ദേശീയ നേതൃത്വത്തിൽ ഔദ്യോഗികമായി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അംഗീകരിച്ചിരിക്കുന്ന പക്ഷം NDAയ്ക്കൊപ്പം ചേർന്നു, BJPക്കൊപ്പം ചേർന്നു. സ്വാഭാവികമായും അവിടെ ഒരു വിപ്പ് നൽകുകയാണെങ്കിൽ, ഈ AK ശശീന്ദ്രൻ പക്ഷത്തിന് വിപ്പ് നൽകുകയാണെങ്കിൽ, മന്ത്രിസ്ഥാനം കൈമാറണമെന്നാവശ്യപ്പെട്ട് ദേശീയ നേതൃത്വം വിപ്പ് നൽകുകയാണെങ്കിൽ സ്വാഭാവികമായും മന്ത്രിസ്ഥാനം മാറേണ്ടി വരും. എന്നാൽ നിലവിൽ തോമസ് കെ തോമസ് NDA പക്ഷത്തിനൊപ്പം ചേരാനും തയ്യാറല്ല. എന്നാൽ തന്റെ അമർഷം പ്രകടമാക്കിക്കൊണ്ട് പുതിയ പാർട്ടി രൂപീകരിക്കുക എന്നത് തന്നെയാണ്. കൂടുതൽ ഭൂരിപക്ഷം NCP പ്രവർത്തകരും തനിക്കൊപ്പമാണ് എന്നൊരു വാദമാണ് ഇതിന് തോമസ് കെ തോമസ് ഉയർത്തുകയും ചെയ്യുന്നത്. സ്വാഭാവികമായും LDF തിരഞ്ഞെടുപ്പ് അടുത്ത ഘട്ടത്തിൽ NCPക്ക് ചില മേഖലകളിൽ സ്വാധീന കേന്ദ്രങ്ങളിലുണ്ട്, സ്വാധീന ശക്തിയുണ്ട് എങ്കിൽ കൂടി ഇത്തരത്തിൽ വിഭജിച്ചു പോകുന്ന സ്ഥിതിയാണ്. എന്നാൽ മറിച്ച് മറ്റൊരു ഭാഗത്ത് NDAയ്ക്കൊപ്പവും ചേരാൻ NCPയിലെ വലിയൊരു വിഭാഗം തയ്യാറാകുന്നു എന്ന പ്രത്യേകതയുണ്ട്. നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ആദ്യം LDFനും UDFനും മാറി മാറി തർക്കങ്ങൾ ഉണ്ടാകുമ്പോൾ മാറി മാറി അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം ചുവടുകൾ മാറ്റിയിരുന്ന NCPയിലെ വിവിധ വിഭാഗങ്ങൾ
അതിൽ നിന്ന് വ്യത്യസ്തമായി NDAയ്ക്കൊപ്പം BJP സഖ്യത്തിനൊപ്പം ചേരാൻ തയ്യാറാകുന്നു. അങ്ങനെയാണ് റോയ് വാരിക്കാടിന്റെ നേതൃത്വത്തിൽ കഴിഞ്ഞ ദിവസം തൃശ്ശൂർ ഒരു യോഗം ചേർന്നു. ആ യോഗത്തിന് ശേഷം അവർ പ്രഖ്യാപിച്ച തീരുമാനം എന്ന് പറയുന്നത് തങ്ങളുടെ ഇനിയുള്ള നിലപാട് എന്ന് പറയുന്നത് അത് NDA സഖ്യത്തിനൊപ്പം മുന്നോട്ട് പോകാനാണ് തീരുമാനം. അത് ഏതെങ്കിലും തരത്തിലുള്ള വ്യവസ്ഥകളോ അല്ലെങ്കിൽ ചർച്ചകളുടെയോ ഭാഗമായിട്ടല്ല, തങ്ങൾക്ക് അവിടെ കൃത്യമായ പരിഗണന ലഭിക്കുമെന്ന് തന്നെയാണ് കരുതുന്നത്. അതിന്റെ അടിസ്ഥാനത്തിൽ NDA സഖ്യത്തിനൊപ്പം ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് മുതൽ മുന്നോട്ട് പോകുമെന്ന് റോയ് വാരിക്കാടും നിരവധി പ്രവർത്തകരും തൃശ്ശൂരിൽ നിരവധി പ്രവർത്തകർ പങ്കെടുത്ത ഒരു കൺവെൻഷനാണ്. സ്വാഭാവികമായും NCPയുടെ ഒരു നേതൃവിഭാഗം, സംസ്ഥാനത്തിന്റെ പല ഭാഗങ്ങളിലുള്ള നേതൃവിഭാഗം ഒന്നാകെ തന്നെ അവിടെ പങ്കെടുത്തുകൊണ്ടാണ് അത്തരമൊരു തീരുമാനമെടുത്തത്. അങ്ങനെ NCPയെ സംബന്ധിച്ചിടത്തോളം ഒരു ഭാഗത്ത് തോമസ് കെ തോമസ് മന്ത്രിസ്ഥാനത്തെ ചൊല്ലി കലഹിച്ചുകൊണ്ട് പുതിയ പാർട്ടി എന്ന രൂപീകരണത്തിലേക്ക് തന്നെ നീങ്ങുന്നു, വലിയൊരു പൊട്ടിത്തെറിയിലേക്ക് മാറുന്നു. മറുഭാഗത്ത് റോയ് വാരിക്കാടിനെ പോലെ പ്രമുഖരായ നേതാക്കളുടെ നേതൃത്വത്തിൽ NDAയ്ക്കൊപ്പം ചേർന്ന് പ്രവർത്തിക്കാനുള്ള തീരുമാനമെടുക്കുന്നു. ഒപ്പം ജനതാദൾ എസിലാണെങ്കിലും പ്രശ്നങ്ങളാണ്. അവിടെ CK നാണ് വിഭാഗം ഇപ്പോൾ തങ്ങളുടെ നിലപാടുകൾ അല്ലെങ്കിൽ അവിടെയുള്ള പാർട്ടിക്കുള്ളിലെ പ്രശ്നങ്ങൾ കൃത്യമായി തന്നെ പരസ്യമാക്കി രംഗത്ത് വരികയും എല്ലാം ചെയ്തിരിക്കുന്നു. ജനതാദൾ എസിലും നിരന്തരമായി തന്നെ പ്രശ്നങ്ങൾ തുടരുകയും ചെയ്യുന്നു. അങ്ങനെയുള്ള ഘട്ടത്തിലൂടെ കടന്നുപോകുമ്പോൾ സ്വാഭാവികമായും വരുന്ന തെരഞ്ഞെടുപ്പ് LDFനെ സംബന്ധിച്ചിടത്തോളം വലിയൊരു വെല്ലുവിളിയായി തന്നെ നിലനിൽക്കും എന്ന കാര്യം ഉറപ്പാണ്. അനു.